പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ നടത്തിയ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മുൻ മന്ത്രി കെ.എൻ. ബാലഗോപാൽ. എതിരായി അഭിപ്രായം പറയുന്നവരെ ഉന്നം വെക്കുകയാണ്, പ്രതിപക്ഷ നേതാവിനെ ടാർഗറ്റ് ചെയ്യുകയാണെന്നും ബാലഗോപാൽ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ നടത്തിയ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മുൻ മന്ത്രി കെ.എൻ. ബാലഗോപാൽ. എതിരായി അഭിപ്രായം പറയുന്നവരെയാണ് ഉന്നം വെക്കുന്നത്. എന്തുകൊണ്ട് ഇ.ഡി. കേസ് എടുക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് ചോദിച്ചിരുന്നത്. ഇപ്പോൾ ഡീൽ ആരൊക്കെ തമ്മിലാണെന്ന് വ്യക്തമായി. ഇന്നിപ്പോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായിയുടെ വീട്ടിലും മറ്റ് വീടുകളിലും റെയ്ഡ് നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഈ കേസ് സംബന്ധിച്ച് രാഷ്ട്രീയ പ്രേരിതമാണിതെന്ന് പറയാൻ കാരണം BJP നേരത്തെ തന്നെ രാഷ്ട്രീയമായി എതിരായ അഭിപ്രായം പറയുന്നവരെ ഉന്നം വെക്കുന്ന സമീപനമുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിലും നമ്മളിത് കണ്ടതാണ്. ഇപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ പലപ്പോഴും പറഞ്ഞു, ഇ.ഡി. സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റുള്ള നേതാക്കന്മാരെല്ലാം സ്ഥിരമായി പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇ.ഡി. കേസെടുക്കാത്തത്, അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചിരുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതേസമയത്ത് തന്നെ അവർ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, കേരളത്തിലെ LDF ഈ കേന്ദ്രത്തിലെ BJPയുമായിട്ട് ഒരു ഡീലുണ്ടെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണല്ലോ വോട്ട് പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു വലിയ ന്യായം. അപ്പോൾ ആ ഡീൽ ആര് തമ്മിലാണെന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ് ഇപ്പോൾ വന്നത്. നിരന്തരമായി കോൺഗ്രസ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല. വീണ ചോദ്യം ചെയ്യലിനോട് നേരത്തെ സഹകരിച്ചതാണ്. കൃത്യമായ രാഷ്ട്രീയം ഇതിലുണ്ട്. ഇങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പ്രതിപക്ഷ നേതാവിനെ ടാർഗറ്റ് ചെയ്യുകയാണ്. രാഹുൽ ഗാന്ധിയും VD സതീശനും എന്തുകൊണ്ട് ഇ.ഡി. ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതായും കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഈ കാര്യം സംബന്ധിച്ച് ഇപ്പം ഇന്നലെ അന്വേഷണം നടക്കുന്ന സമയത്ത് ഇന്നലെ അവർ പറഞ്ഞല്ലോ, ഇന്നലെ കോടതിയിൽ നിന്ന് ഏതാ വിധി വന്നതെന്ന് ഞാൻ കരുതുന്നില്ല. കോടതിയിൽ ഏതോ സ്റ്റേ ഉണ്ടായിരുന്നത് മാറിയതൊക്കെയാണ്. കോടതി കിടക്കുന്നതാണ്, പലതവണ അന്വേഷിച്ചിട്ടും കാര്യങ്ങളില്ലാന്നൊക്കെ മനസ്സിലായ കാര്യമാണ്. എന്തായാലും കോൺഗ്രസ് പറഞ്ഞ 2-3 കാര്യങ്ങളാണ് ഇത്. കോൺഗ്രസ് നേരത്തെ പറഞ്ഞിരുന്നു, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് രാഹുൽ ഗാന്ധിയും സംസ്ഥാനത്ത് ശ്രീ ഇ.ഡി. സതീശനും ഉൾപ്പെടെ ഇത് എന്തുകൊണ്ട് ഇ.ഡി. കേസെടുക്കുന്നില്ല, കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് ആവശ്യപ്പെട്ടു. ഇത് അവർ നിരന്തരമായി കേരളത്തിൽ ഡീലാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം മനസ്സിലായി ഡീൽ ആര് തമ്മിലാണെന്ന്. കേരളത്തിൽ 3 സീറ്റിൽ BJP ജയിച്ച അനുഭവമുണ്ട്. സീറ്റുകളിൽ പലയിടത്തും ഇടതുപക്ഷത്തിന് എതിരായിട്ട് BJP കോൺഗ്രസ് വോട്ട് ചെയ്ത അനുഭവമുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൂട്ടി കാണണം. ന്യൂസ് ബ്യൂറോ, എഴുകോൺ.